ചുക്കി, ഇവിടെ എന്താ കാണിക്കണേ? എടി ചുക്കി, എടി നീ എന്താ കാണിക്കണേ? അമ്മ ഞാൻ ഡാൻസ് കളിക്കുവാണ്. കുഞ്ഞുവാവിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ അതെയോ, കുഞ്ഞുവാവിനെ ചിരിപ്പിക്കാൻ വേണ്ടി ഡാൻസ് കളിച്ചതാണോ? അതെയോ, കുഞ്ഞുവാവിക്ക് നിന്റെ പേര് അറിയാൻ തുടങ്ങിയോ? ശരി ശരി, കൊള്ളാലോ. ഒരു ദിവസം കൊണ്ട് കുഞ്ഞുവാവയും ചുക്കി ചേച്ചിയും കൂടെ നല്ല ഫ്രണ്ട്സ് ആയല്ലോ. ശരി ശരി, കളിച്ചതൊക്കെ മതി ചുക്കി. കുഞ്ഞുവാവയ്ക്ക് പാല് കൊടുത്തിട്ട് നമുക്ക് കുഞ്ഞുവാവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കണ്ടേ? പിന്നെ ആക്കണ്ടേ? ഈ ചുക്കി, കുഞ്ഞുമാവ അച്ഛനമ്മ ഇല്ലാതെ എങ്ങനെ നമ്മുടെ വീട്ടിലിരിക്കും? അതൊക്കെ ഇരിക്കും. ഇന്നലെ ഇരുന്നില്ലേ? കുഞ്ഞുമാവ എന്റെ കൂടെ തന്നെ ഇരിക്കും. ഞാൻ കുഞ്ഞുമാവനെ നോക്കിക്കോളും. കുഞ്ഞുമാവയ്ക്ക് ഞാൻ തന്നെ മമ്മ കൊടുക്കും. കുഞ്ഞുമാവനെ ചാച്ചു ഉറങ്ങാൻ വെക്കും. എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളും. കുഞ്ഞുമാവ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ അമ്മ. ഈ കുഞ്ഞുമാവേ, നീ ചുക്കി ചേച്ചിന്റെ കൂടെ തന്നെ ഇരിക്കോ? ചുക്കി ചേച്ചി കൂടെ ഇരിക്കും. അമ്മ ഇത് കണ്ടോ? കുഞ്ഞുമാവ തന്നെ പറഞ്ഞു എന്റെ കൂടെ ഇരിക്കാന്ന്. കുഞ്ഞുമാവനെ ഞാൻ നോക്കിക്കോളാം. കുഞ്ഞുമാവ ഇവിടെ എന്റെ കൂടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ അമ്മ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞുമാവനെ ആക്കണ്ട. അയ്യോ ചുക്കി, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞുമാവ അങ്ങനെയൊക്കെ പറയും. കുഞ്ഞുമാവയ്ക്ക് ഒന്നും അറിയില്ല. പക്ഷെ കുഞ്ഞുമാവന്റെ അച്ഛനമ്മ പാവമല്ലേ? അവര് പാവം കുഞ്ഞുമാവനെ കാണാതെ എത്ര സങ്കടപ്പെട്ട് കുഞ്ഞുമാവനെ തെരയായിരിക്കും. ഇപ്പൊ നിനക്ക് അച്ഛനും അമ്മയും രണ്ടുപേരും നിന്റെ കൂടെ തന്നെ ഇല്ലേ? അതുപോലെ കുഞ്ഞുമാവയ്ക്ക് അച്ഛനമ്മ വേണ്ടേ? വേണം, പക്ഷേ ചുക്കിക്കും കുഞ്ഞുമാവ വേണല്ലോ. അയ്യോ ചുക്കി, അതിന് എന്ത് ചെയ്യാനാ? ഇത് നമ്മുടെ കുഞ്ഞുമാവയല്ലല്ലോ. ഇപ്പൊ നിനക്ക് അച്ഛനും അമ്മയും കൂടെ ഇല്ലെങ്കിൽ നീ എത്ര സങ്കടപ്പെട്ട് കരയും. അതുപോലെയല്ലേ കുഞ്ഞുമാവയും. ഇപ്പൊ പാവം കുഞ്ഞുമാവ അറിയാതെ ചിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോ അച്ഛനും അമ്മയും വേണമെന്ന് പറഞ്ഞ് കുഞ്ഞുമാവ കരയും. അപ്പൊ കുഞ്ഞുമാവ പാവമല്ലേ? നമുക്ക് എന്തായാലും കുഞ്ഞുമാവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കിയാൽ തന്നെ അവര് കുഞ്ഞുമാവന്റെ അച്ഛനും അമ്മനെയും കണ്ടുപിടിച്ച് കുഞ്ഞുമാവനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുള്ളൂ. അമ്മ, അതിന് നമ്മള് കുഞ്ഞുമാവന്റെ അച്ഛനമ്മനെ നമ്മ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കാം. നമുക്ക് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം? അയ്യോ ചുക്കി, അത് നമ്മ കുഞ്ഞുമാവന്റെ അച്ഛനും അമ്മനെയും ഇന്നലെ ഫുള്ളും തെരഞ്ഞതല്ലേ. നമുക്ക് എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുഞ്ഞുമാവയുടെ അച്ഛനമ്മയും ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവര് കുഞ്ഞുമാവയുടെ അച്ഛനും അമ്മനെയും കണ്ടുപിടിച്ച് കുഞ്ഞുമാവനെ അവരുടെ കയ്യിൽ കൊടുക്കും. ഇവിടെ നോക്ക്, നീ വെറുതെ വാശി പിടിക്കാതെ. കുഞ്ഞുമാവയുടെ അച്ഛനമ്മ ആരാണെന്ന് പോലീസ് കണ്ടുപിടിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് അവരുടെ വീട് എവിടെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും പോയി കുഞ്ഞുമാവനെ കണ്ടിട്ട് വരാം. ഉറപ്പാണോ? കുഞ്ഞുമാവ നമ്മുടെ വീട്ടിൽ നിന്ന് പോയാലും കുഞ്ഞുമാവയെ കാണാൻ അമ്മ എന്നെ കുഞ്ഞുമാവയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവോ? കൊണ്ടുപോകാൻ ചുക്കി. ആദ്യം നമ്മ ഇപ്പൊ കുഞ്ഞുമാവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം. അതിനെ നീ ആദ്യം ഈ പാല് കുഞ്ഞുമാവനെ കുടിക്കാൻ വെക്കി. ഈ പാല് കുഞ്ഞുമാവ കുടിച്ച ശേഷം നമുക്ക് കുഞ്ഞുമാവനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. ശരി അമ്മേ. കുഞ്ഞുമാവേ, ഇന്നാ ഈ പാല് കുടിക്ക്. എന്നിട്ട് ഞങ്ങൾ നിന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ആക്കും. നീ ചുക്കി ചേച്ചിയെ വിട്ട് പോവാണോ? അയ്യോ പാവം ചുക്കി, ഒരു ദിവസം കൊണ്ട് കുഞ്ഞുമാവന്റെ മേലെ ഒരുപാട് സ്നേഹം വെച്ചു. ഇനിയിപ്പോ കുഞ്ഞുമാവ പോയ ശേഷം ഇവളിനെ എങ്ങനെ സമാധാനം ചെയ്യുന്നറിയില്ല. എന്നാലും കുഴപ്പമില്ല. എന്ത് ചെയ്യാനാ? കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ ആക്കിയല്ലേ പറ്റൂ. ശരി പോട്ടെ. കുട്ടി പോയ ശേഷം ചുക്കി കരയുവാണെങ്കിൽ അവൾക്ക് സ്ട്രോബെറി കേക്ക്, കോലിമുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്താ അവള് ശരിയായിക്കോളും. സർ, ഇന്നലെ ഞങ്ങൾ കുട്ടീനെ കാണുന്നില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തില്ലേ? 3 വയസ്സ് കുട്ടീനെ കാണുന്നില്ലെന്നും പറഞ്ഞ കംപ്ലൈന്റ് അല്ലേ? ഞങ്ങൾ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട്. കുട്ടീനെ വേഗം കണ്ടുപിടിക്കാം, ഒന്നും വിഷമിക്കണ്ട. അയ്യോ എന്താ സർ, കുട്ടി ഇന്നലെ കാലത്ത് കാണാതെയായതാ. ഇത്ര നേരമായിട്ടും ഇനിയും കുട്ടി എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. പാവം ചെറിയ കുട്ടിയാ സർ. അവൾക്ക് ആരാണ് എന്താണെന്ന് പറയാൻ പോലും അറിയില്ല. അയ്യോ സർ, നിങ്ങളൊന്നും പേടിക്കണ്ട. ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ഗുമ്പൽസിനെയൊക്കെ ഞങ്ങൾ പിടിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവരാരുടെ കയ്യിലും കുട്ടിയില്ല. ഐ തിങ്ക് പബ്ലിക്കിൽ തന്നെ ആരെങ്കിലും കുട്ടീനെ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ട് കൊണ്ടുപോയിട്ടുണ്ടാകും. എന്തായാലും അവര് പിന്നെ കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കും. നിങ്ങളൊന്നും വിഷമിക്കണ്ട, കുട്ടി വേഗം കിട്ടും.
സർ. റിയ കുട്ടി. ആ സർ, ഇതാണ് ഞങ്ങളുടെ കുട്ടി പ്രിയ. ഈ കുട്ടി ഇവരുടേതാ. കുട്ടി കാണുന്നില്ലെന്നും പറഞ്ഞ് ഇന്നലെ കംപ്ലൈന്റ് തന്നതാ. ഈ കുട്ടി നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത്? അയ്യോ സർ, ഞാനിവിടെ പച്ചക്കറി വിൽക്കുവാണ്. പച്ചക്കറി വിറ്റോണ്ട് വരുമ്പോ ഈ കുട്ടി വഴിയിലിരുന്ന് കരയായിരുന്നു. വീട് എവിടെയാണെന്ന് അറിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ കുട്ടിയുടെ വീട് അടുത്തൊക്കെ അന്വേഷിച്ചപ്പോ ആർക്കും അറിയില്ല എന്നും പറഞ്ഞു. എന്താ അത്? വഴിയിൽ ഒരു കുട്ടീനെ കിട്ടിയാ വീട് എവിടെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നേരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലാക്കണ്ടേ? ശരി, ആദ്യം കുട്ടീനെ അച്ഛനമ്മന്റെ കയ്യിൽ കൊടുക്കി. റിയ കുട്ടി. അച്ഛമ്മയെ കാണാതെ എത്ര പേടിച്ചു പോയി അറിയോ? നീ എവിടെയാടാ പോയത്? ഒരു ദിവസം ഫുള്ള് നിന്നെ കാണാതെ ഈ അമ്മ എത്ര സങ്കടപ്പെട്ടറിയോ? എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. ആ സാർ, എന്തായാലും കുട്ടീനെ കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് ആരെങ്കിലും തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കുന്ന. ഓക്കെ സർ, എന്തായാലും ഞങ്ങളുടെ കുട്ടി കിട്ടി. വളരെ നന്ദി. ഓക്കെ സാർ, അത് കുഴപ്പമില്ല. ഇനി കുറച്ച് കുട്ടീനെ അങ്ങനെ ഒറ്റയ്ക്കാക്കാതെ കുറച്ച് സൂക്ഷിച്ച് നോക്കി. ഓക്കെ സർ, ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ അമ്മ, നിങ്ങൾക്കും വളരെ നന്ദി ഞങ്ങളുടെ കുട്ടീനെ ഭദ്രമായിട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് തന്നതിന്. അത് കുഴപ്പമില്ല. മോളെ, കുട്ടിനെ ഇനി നല്ല ഭദ്രമായിട്ട് എപ്പോഴും അടുത്ത് തന്നെ ഇരുന്ന് നോക്കി. കുട്ടീനെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും എവിടെയും വിടണ്ട കേട്ടോ. ഇല്ലമ്മ, അതെനിക്ക് ഇന്നലെ അറിയാതെ പറ്റിപ്പോയതാ. ഇനി കുട്ടീനെ ഞാൻ എപ്പോഴും ഭദ്രമായിട്ട് നോക്കിക്കോളാം. ശരി. എന്നാലും ഇന്നലെ കുട്ടി കിട്ടിയപ്പോ ഇന്നലെ തന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലാക്കണ്ടേ? എന്താ ഇന്ന് വരെ വെയിറ്റ് ചെയ്തത്? അയ്യോ ഇല്ല സർ, ഇന്നലെ തന്നെ കൊണ്ടാക്കാന്നും വിചാരിച്ചതാ. പിന്നെ കുട്ടി വിശക്കണമെന്നും പറഞ്ഞ് കരഞ്ഞപ്പോ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് കൊണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും ഒരുപാട് സമയമായി. അതുകൊണ്ടാ രാത്രി കൊണ്ടുവരാൻ പറ്റിയില്ല. അതാ ഇപ്പോ കാലത്ത് കൊണ്ടുവന്നത്. ശരി, അത് കുഴപ്പമില്ല. പക്ഷേ കുട്ടിന്റെ അച്ഛനമ്മ കുട്ടിനെ കാണാതെ എത്ര വിഷമിച്ചിരിക്കുന്ന അറിയില്ലേ? അപ്പൊ കുട്ടിനെ കിട്ടിയപ്പോ തന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ആക്കിയാലല്ലേ വേഗം അവന്റെ അച്ഛനമ്മന്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കുള്ളൂ. അത് സോറി സർ. സർ, അത് കുഴപ്പമില്ല. എന്തായാലും അവര് കുട്ടിനെ കൊണ്ടുവന്ന് തന്നല്ലോ. ഇനി അവരെ ഒന്നും പറയണ്ട. ശരി, എന്തായാലും കുട്ടി കിട്ടിയല്ലോ, അതും മതി. നിങ്ങൾ കുട്ടി കിട്ടിയെന്ന് മാത്രം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നിട്ട് നിങ്ങൾ കുട്ടീനെ കൊണ്ടുപോയിക്കോളൂ. ഓക്കെ സർ. ശരി, എന്നാ ഞാൻ അകത്ത് ചെല്ലാം. നിങ്ങൾ വന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതി തന്നിട്ട് പോകി. ഓക്കെ സർ, ഞങ്ങൾ വരാം. കുഞ്ഞുവാവേ, അച്ഛനമ്മന്റെ കൂടെ പോയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം ട്ടോ. ഇതുപോലെ ഇനി എവിടെയും വഴിമാറി അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനമ്മനെ വിട്ട് എവിടെയും പോവാൻ പാടില്ല. കുഞ്ഞുവാവേ, ചുക്കി ചേച്ചി വിട്ട് പോവാണോ? അത് വേറെ ഒന്നുമില്ല. ഇന്നലെ ഒരു ദിവസം ഫുള്ളും കുട്ടി ഞങ്ങളുടെ വീട്ടിലായിരുന്നില്ലേ? കുട്ടി ഇങ്ങനെ ചിരിച്ചും കളിച്ചിട്ടും അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് കുട്ടിയെ ഒരുപാട് ഇഷ്ടമായി. അവൾക്കും ചുക്കിനെ ഒരുപാട് ഇഷ്ടമായി. അതാ ഇപ്പൊ അവള് പോണെന്നും പറയുമ്പോ ഞങ്ങൾക്കൊരു വിഷമം, അത്രേ ഉള്ളൂ. അയ്യോ അമ്മ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. കുട്ടീനെ കാണാൻ നിങ്ങൾ എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. മോളെ വിഷമിക്കണ്ട. നിനക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കുഞ്ഞുവാവന്റെ കൂടെ കളിക്കാം. പിന്നെ ഞങ്ങളും കുഞ്ഞുവാവനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്കും വരാം. കുഞ്ഞുവാവനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവോ? വരാം. പിന്നെ നിനക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കുഞ്ഞുവാവന്റെ കൂടെ കളിക്കാം. എന്നാ ഇപ്പോ കുഞ്ഞുവാവനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവോ? കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെ കൊണ്ടുപോയാ മതി. അതെ, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. നിങ്ങള് കുട്ടീനെയും കൊണ്ട് അവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പോയാ ചുക്കിയും കുറച്ച് സമാധാനപ്പെടും. കുട്ടിയും പാവം കരയല്ലേ, അവളും കുറച്ച് ശരിയാവുമല്ലോ. ഷമീർ, അവര് പറയണതും ശരിയാ. റിയ കുട്ടിയും അവളെ കണ്ട് കരയല്ലേ. നമുക്ക് അവരുടെ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്നിട്ട് വന്നാ രണ്ടുപേരും ശരിയാവുമല്ലോ. നമുക്ക് അവന്റെ വീട്ടിൽ പോയാലോ? ശരിയാ ഇഷു, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ കുട്ടീനെ അവര് ഇത്രത്തോളം നോക്കി കൊണ്ടുവന്ന് ആക്കിയതല്ലേ, നമുക്ക് അവന്റെ വീട്ടിൽ പോവാം. അമ്മേ, ശരി, ഞങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ.